മുത്തശ്ശി, എന്റെ കൂടെ അവിടെ നിൽക്കാൻ മുത്തശ്ശി വരണം. ആ, ഞാൻ വരാം മോളെ. ഈ മാസം കുടുംബക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഞാനും വരാം. കഴിഞ്ഞ തവണ മനോജിന് തിരക്കാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നില്ല. അതൊന്നും സാരമില്ല. അങ്കിളിന് തിരക്കാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ കമ്പനിയിൽ നിന്ന് ഡ്രൈവറെ അയക്കാം. മുത്തശ്ശി ഒന്ന് പിക്ക് ചെയ്തോളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വിദ്യ വരുമ്പോ അന്വേഷണം പറഞ്ഞേക്കാം. ശരി ശരി മോളെ. ശരി എന്നാ. എന്താ ആദർശേട്ടാ ആലോചിക്കുന്നത്? ഞാൻ ഈ തിരമലകൾ നോക്കിയതാ മീര. ഓരോ തിരയും വ്യത്യസ്തമാണ്. ഓരോ മിനിറ്റിലും നിർത്താതെ വന്നുകൊണ്ടിരുന്നിട്ടും ഒരിക്കലും ഒരേ വലുപ്പത്തിലും ഒരേ രീതിയിലും ആവർത്തിക്കാതെയാണ് തിരകൾ തീരത്തെത്തി തിരിച്ചു പോകുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ? ഓരോ ദിവസവും പുതുതായി ഓരോ നിമിഷവും ഒരിക്കലും ആവർത്തിക്കാത്ത സംഭവങ്ങളും സാഹചര്യങ്ങളുമായല്ലേ കടന്നു പോകുന്നത്. പക്ഷേ ജീവിതത്തിൽ ഒരേ കാര്യത്തിൻ്റെ ആവർത്തനങ്ങൾ കൊണ്ട് അത് വിരസമാക്കുന്നതും നമ്മൾ തന്നെയാണ്. താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഒരിക്കലും സംസാരിക്കാത്ത രീതിയിൽ ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ താൻ ചിന്തിച്ചത്? നമുക്ക് ചുറ്റും സംഭവിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ തന്നെ മനസ്സിലാലോചിച്ചുണ്ടാക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഇത്രയും നാളും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം എല്ലാം നിർത്തി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ജയിലിലിരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിക്കാതിരുന്ന പലതിനെക്കുറിച്ചും ചിന്തിച്ചു തുടങ്ങി. എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാൾ ഓടിയിരുന്നത്? അറിയില്ല. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും എല്ലാം മാറുന്നത് സ്വാഭാവികമാണ്. ആദർശേട്ടൻ ജയിലിലായിരുന്നപ്പോൾ ജീവിതത്തെ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ നോക്കിക്കാണാൻ ശ്രമിച്ചു. അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നിയത്. അതെ, ശരിയാണ്. അതിലേതാണ് ശരിയായ ചിന്തയെന്നും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നും ഒരു കൺഫ്യൂഷൻ എനിക്കിപ്പോഴും ഉണ്ട്. നമ്മൾ ശരിയെന്ന് ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ശരിയും നമ്മുടെ ജീവിതവും. അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത. ആദർശേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിരമാലകൾ പോലെ അതൊരിക്കലും ഒരുപോലെ ആവില്ല. ചിന്തകൾ വ്യത്യസ്തമാകുമ്പോൾ മനുഷ്യരും വ്യത്യസ്തമാവും, അവരുടെ സ്വഭാവവും വ്യത്യസ്തമാവും. ചില കാര്യങ്ങളിൽ കുറെ പേർ ഒന്നിച്ചു നിൽക്കും, പക്ഷെ ഒരിക്കലും രണ്ടുപേർ പൂർണ്ണമായും ഒന്നിലും യോജിക്കില്ല. അതാണ് ഈ ലോകത്തിന്റെ ഭംഗി. ഈ തിരമാലകളെ നോക്കുന്ന ചിലർക്ക് എല്ലാ തിരമാലയും ഒരുപോലെയാണെന്ന് തോന്നും. അതിലെ വ്യത്യസ്തത കാണാൻ ആദർശേട്ടൻ മുമ്പ് പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നോക്കുന്നവർക്കേ സാധിക്കും. ഈശ്വരന്റെ എല്ലാ സൃഷ്ടികളും അത്ഭുതങ്ങളും നിറഞ്ഞതാ. അത് കണ്ടും ആസ്വദിച്ചും തീർക്കാൻ എത്ര ജന്മം എടുത്താലും മതിയാവില്ല. അതുകൊണ്ടാ ഒരു തുള്ളി ജലത്തിൽ നിന്നും ഒരു മഹാസാഗരത്തെ അറിയാൻ ശ്രമിക്കാൻ പറയുന്നത്. എല്ലാം അറിയാൻ ഈശ്വരനെ അറിയുന്നതാ നല്ലത്. തനിക്കെന്നെ എല്ലാ അവസരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ഒപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. പക്ഷേ ഒരു പെൺകുട്ടി വിവാഹത്തിന് ശേഷം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും നമ്മൾ പോയിട്ടില്ല.
അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ആദർശേട്ടൻ പറഞ്ഞതാണല്ലോ. ഞാനല്ലേ താല്പര്യം കാണിക്കാതിരുന്നേ? അതെ, എന്നാലും താൻ അങ്ങനെയല്ലേ പറയൂ. അത് മനസ്സിലാക്കി ട്രിപ്പ് പ്ലാൻ ചെയ്ത് മുൻകൈ എടുത്ത് പോകേണ്ടിയിരുന്നത് എൻ്റെ കടമയായിരുന്നില്ലേ? അല്ല ആദർശേട്ടാ, അന്ന് യാത്ര വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഫോർമാലിറ്റിക്ക് പറഞ്ഞതൊന്നും അല്ല. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് അങ്ങനെ പറഞ്ഞത് വളരെ ജെന്യൂനായി തന്നെയാണ്. എങ്കിൽ ഇനി അത് വൈകിക്കണ്ട. നമുക്ക് അന്ന് മാറ്റിവെച്ച യാത്ര ഉടനെ തന്നെ പോവാം. ഇപ്പം അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യേണ്ട ആദർശേട്ടാ. കമ്പനിയിലെ കാര്യങ്ങളെല്ലാം റീഓർഡർ ചെയ്യാനുണ്ട്. അതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതെല്ലാം ശരിയാക്കി കഴിഞ്ഞ് എല്ലാം പഴയതുപോലെ ആയ ശേഷം നമുക്ക് വീട്ടിലെ എല്ലാവരെയും കൂട്ടി ഒരു യാത്രയൊക്കെ പോവാം. തൻ്റെ ഒരു കാര്യം എടോ, നമ്മൾ നമുക്കായി ജീവിതത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മൾ എന്തിനായിരുന്നു ഇത്രയും നാൾ ജീവിച്ചത് എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് മനുഷ്യന് സന്തോഷം ഉണ്ടാവുന്ന കുറേ നല്ല ഓർമ്മകൾ ജീവിതത്തിൽ വേണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. നിന്റെ ഈ സ്വഭാവം തീരെ ശരിയല്ല തന്നെ. ഇതെന്താ ഇപ്പൊ പുതിയ പ്രശ്നം? മീരെ ആദർശം ഒരുപാട് നാളിന് ശേഷം ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വരുമ്പോ നീ എന്തിനാ കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞേ? അത് ശരിയാ, വലിയ മോശമായിപ്പോയി. പിന്നെ എനിക്കതിലൊരു മോശം തോന്നിയില്ല. നമ്മൾ ആവശ്യങ്ങള് നമ്മൾ പറയാതെ ആദർശം എങ്ങനെ അറിയും? നിന്റെ ആവശ്യങ്ങൾ എന്തിനാ ആദർശനോട് പറയുന്നേ? ആഹാ, അതുള്ളല്ലോ. ഞാനേ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ആദർശനോട് സംസാരിച്ചത്. അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തന്നെയാ ഞാൻ ഈ പറയുന്നേ. എനിക്ക് വേണ്ടി ആദർശനോട് സംസാരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എന്റെ മനോജ് ചേട്ടാ, നിങ്ങൾക്കൊരു തരി ബുദ്ധിയില്ല. നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യ. പെങ്ങളുടെ മോളാണെന്ന് പറഞ്ഞ് മീരയെ സഹായിക്കാൻ കുറെ അലഞ്ഞു നടന്നില്ലേ? എന്നിട്ട് അവളെ കൊണ്ട് നമുക്ക് ഗുണമുള്ള ഒരു കാര്യം ചെയ്യിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലല്ലേ? അതിന് മീരയെ സഹായിക്കാൻ അച്ഛന് വിശാലേട്ടന് നടന്നതിന് അമ്മ എത്രമാത്രം വഴക്കിട്ടു. പിന്നെതിനാ ഇപ്പൊ അത് പറയുന്നത്? അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ആരോടും നന്ദിയും കടപ്പാടും ഒന്നുമില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും പറയും. ആ, അങ്ങനെയാണെന്ന് തന്നെ കരുതിക്കോ. മീരയുടെ ജീവിതം ഇപ്പൊ തിരിച്ചു കിട്ടിയതില് എന്റെ വിശാലിനും പങ്കുണ്ട്. അപ്പൊ അത് ഞാനും മുതലാക്കും. സത്യം പറഞ്ഞോണ്ടല്ലോ, നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് സഹതാപം തോന്നുക. തോന്നിക്കോ? എനിക്കേ അതിലൊരു പരാതിയുമില്ല. ഞാൻ ആദർശനോട് സംസാരിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ. നിന്റെ അച്ഛന് എത്ര ബില്ല് മാറാനുണ്ടെന്ന് നിനക്കറിയോ? ആദർശന്റെ വർക്ക് ചെയ്താ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവോ? എന്തായാലും ക്യാഷ് കറക്റ്റായിട്ട് സെറ്റിൽ ചെയ്യും. ഞാൻ ചെയ്ത വർക്കുകളുടെ ബില്ല് മാറുന്നില്ല എന്ന് ഞാൻ നിന്നോട് പരാതി പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിനക്കോ മക്കൾക്കോ ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളെ എന്നോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആദർശേ, സത്യത്തിൽ പൊന്മുട്ടയിടുന്നൊരു താറാവാ. ആ ബന്ധം കൊണ്ട് നമുക്കൊരു ലാഭം ഉണ്ടാവുമെങ്കിൽ അത് മുതലാക്കുന്നതിൽ എന്ത് തെറ്റുള്ളത്? എനിക്കങ്ങനെ ഒരു സഹായം വേണ്ടെങ്കിലോ? പിന്നെ എന്റെ അഭിപ്രായം അറിയാതെ നീ അത് കയറി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ പറഞ്ഞതാ ശരി. അല്ലെങ്കിൽ തന്നെ മീരയും ആ ചേട്ടനും ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവരുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ സന്തോഷം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്ന സന്ദർഭം മുതലെടുക്കുന്ന രീതിയിൽ പെരുമാറിയത് വളരെ മോശമായിപ്പോയി. ആദർശേട്ടൻ നമ്മളെ പറ്റി എന്ത് വിചാരിച്ചു കാണും? നിനക്ക് തോന്നി ഈ വിവരം പോലും നിന്റെ അമ്മയ്ക്ക് തോന്നിയില്ലല്ലോ. അതാ എന്റെ വിഷമം. ഇത്തരം ചിന്തകളുണ്ടെന്ന് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴേ എല്ലാത്തിനും അടിസ്ഥാനം പണമാണ്. അത് നേടിയെടുത്തേ പറ്റൂ. അതിനൊരു വഴി തെളിയുമ്പോ അത് വിനിയോഗിക്കണം. പിന്നെ ഞാൻ ആദർശനോട് പണം കടം ചോദിച്ചൊന്നുമില്ലല്ലോ. ഒരു വർക്കല്ലേ, അതിന് ഇത്ര നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാ, വർക്കാണ്. പക്ഷേ അത് ആദർശ് സ്വയം അറിഞ്ഞ് നമുക്ക് തരികയാണെങ്കിൽ തെറ്റില്ല. ചോദിച്ചു വാങ്ങുന്നത് മോശമാ.
പിന്നെ ചോദിക്കാതെ നമുക്കിങ്ങനൊരു ആവശ്യമുണ്ടെന്ന് ആദർശന് അറിയില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞാലല്ലേ അറിയൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അമ്മയോട് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. അമ്മ സ്വന്തം തീരുമാനങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാ. അതല്ലേ ഓന്തിന്റെ നിറം മാറുന്ന പോലെ മാറിയത്. ഇത്രയും നാൾ ആദർശനെയും വീട്ടുകാരെയും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. അതൊക്കെ അങ്ങനെയാ. ഒരാളോട് ഇഷ്ടക്കുറവ് തോന്നിയെന്ന് കരുതി ആ വെറുപ്പ് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആദർശന്റെ പേരിൽ അങ്ങനൊരു കേസ് വന്നപ്പോ ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു. എന്ന് കരുതി അയാളെ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞ് ആ ഇഷ്ടക്കേട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, നിങ്ങൾ രണ്ടുപേരോടായിട്ട് പറയാ, ആദർശനോടും അവരുടെ കമ്പനിയോടും ഒരു ബന്ധം ഉണ്ടാക്കിയ നമുക്കത് ഗുണം ചെയ്യും. അതുണ്ടാക്കാൻ നോക്ക്. അല്ലാതെ അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോ വെറുതെ മുട്ടാപ്പൂക്ക് പറയരുത്. ആന്റി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, നിങ്ങൾ വന്നിട്ട് കിടക്കാന്ന് കരുതി. അല്ലെങ്കിലും അധികം ഉറങ്ങുന്ന ശീലം എനിക്കില്ലല്ലോ. അമ്മയപ്പയും കിടന്നോ? എന്നാലും ആന്റി എന്തിനാ വെറുതെ ഉറക്കം കളഞ്ഞത്? കിടക്കായിരുന്നില്ലേ? അതൊന്നും സാരമില്ല. മീരമോളുടെ മുഖത്ത് ഇപ്പോഴുള്ള ഈ സന്തോഷം അതെന്നും നിലനിൽക്കണം. അതാ എന്റെ ആഗ്രഹം. ഞാനും മീരയും കൂടി ഇന്ദുവിന്റെ വീട് വരെ പോയി. ആ, നന്നായി മക്കളെ. കഴിയുമ്പോഴൊക്കെ നിങ്ങൾ അവരെ പോയി കാണണം. മക്കളെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾക്ക് അത് വലിയൊരു ആശ്വാസമാകും. അത് ശരിയാ. ഞങ്ങൾ ചെന്നപ്പോ അവർക്ക് ഒരുപാട് സന്തോഷായി. സമയം കിട്ടുമ്പോഴൊക്കെ പോണെന്ന് തന്നെയാ എന്റെയും തീരുമാനം. വെറുതെ പോവല്ല, ഒരു മകനായിട്ട് നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. വളരെ നല്ല കാര്യമാ. അതിന്റെ പുണ്യം എന്നും നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിലെ അവരുടെ പ്രതീക്ഷയായിരുന്നു ഇന്ദുവും അവളുടെ ചേട്ടനും. സത്യത്തിൽ ആ അച്ഛനും അമ്മ ഇപ്പോ ജീവനോടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മരിച്ചു ജീവിക്കുന്ന അവസ്ഥയില്ല. എല്ലാം മറക്കാനുള്ള ശക്തി ഭഗവാൻ അവർക്ക് കൊടുക്കും മോളെ. മോള് വിഷമിക്കാതെ, നമുക്ക് നമ്മളാൽ കഴിയും വിധം അവർക്കെല്ലാം ചെയ്തു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങള് മീരയുടെ മുത്തശ്ശിയെ കൂടി കാണാൻ പോയിരുന്നു. നന്നായി. മീരയുടെ ഭാവിയെക്കുറിച്ച് അവരെല്ലാം നല്ല വിഷമത്തിലും സങ്കടത്തിലുമായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളെ രണ്ടാളെയും ഒന്നിച്ച് സന്തോഷത്തോടെ കണ്ടപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായി കാണും. അതെ ആന്റി, ആദർശന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ വയ്യാത്തതുകൊണ്ട് ആ പാവത്തിന് എന്നെ പോലും ഒന്ന് വന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. എനിക്കും പല സമയത്ത് മുത്തശ്ശിയുടെ അടുത്ത് പോകാൻ പറ്റിയിരുന്നില്ലല്ലോ. എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ രണ്ടുപേരും മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് കൂടുതൽ സന്തോഷത്തോടെ പരസ്പരം സ്നേഹിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോണം. അക്കാര്യത്തിൽ ആന്റിക്ക് ഒരു ടെൻഷനും വേണ്ട. ഞാൻ ഒരിക്കലും മീരയെ വിഷമിപ്പിക്കില്ല. എനിക്ക് വേണ്ടി ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. ആദർശൻ എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചെയ്തത് എന്റെ കടമകളല്ലേ. എനിക്കൊരു പ്രശ്നം ഉണ്ടായാ ആദർശൻ എന്നെ ഒഴിവാക്കുവോ? ഇല്ലല്ലോ. പിന്നെ ഞാനും അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ സ്നേഹവും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവും എന്നും നിലനിൽക്കണം. രണ്ടുപേരോടുമായി ഞാൻ പറയുന്ന കാര്യം എപ്പോഴും രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവണം. എന്താ ആന്റി? ചിലർക്ക് നിങ്ങളോട് അകാരണമായി ശത്രുത തോന്നാം. അത് മുജ്ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ്. അവര് ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നേക്കാം. എന്തൊക്കെ വന്നാലും നിങ്ങൾക്കിടയിൽ സ്നേഹം കുറയാൻ പാടില്ല. ആന്റി ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. മഹാദേവൻ അങ്ങളുടെ കാര്യമാണെങ്കിൽ അങ്കിളിപ്പോ ജയിലിലായില്ലേ? പിന്നെ വേറെ ആരാ ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ?
ഒരാളെയും ഞാൻ എടുത്തു പറയുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായി ആൻറ്റി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതോർത്ത് ആൻറ്റി പേടിക്കണ്ട. ഈ വാക്കുമതി എനിക്ക്. സാഹചര്യത്തിന്റെ പേരിൽ ദേഷ്യം വരികയും അത് കാരണം വഴക്കോ പിണക്കോ ഉണ്ടായാലും ആ ദേഷ്യം തീരുന്നതോടെ ആ വഴക്കും പിണക്കവും ഒക്കെ മാറണം. ആന്റിയുടെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിന്റെ പേരിലായാലും ഞാൻ മീരയോ മീര എന്നെയോ തള്ളി പറയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വേണ്ട. അതെ, ആരോടും മത്സരിച്ച് ജയിക്കണമെന്ന് എനിക്കില്ല ആൻറ്റി. തോറ്റു കൊടുക്കുന്നിടത്ത് സന്തോഷം ഉണ്ടാവുമെങ്കിൽ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറാ. അത് ഞാൻ സ്നേഹിക്കുന്നവരുടെ മുമ്പിലാവുമ്പോൾ സന്തോഷത്തോടെ തന്നെ ഞാൻ ചെയ്യും. അത് മതി. എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. ആ, നേരെ ഒരുപാടായില്ലേ? രണ്ടുപേരും പോയി കിടക്ക. ശരി ശരി ആന്റി. ഉം. വരൂ. ഇരിക്കാം ആദർശേട്ടാ. താനിരിക്കും. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരിച്ചുവരവുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആദർശൻ ഉടനെ തിരിച്ചു വരുമെന്നും ഈ സീറ്റിലിരിക്കുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. സത്യം പറയാലോടോ, മീര തന്ന ധൈര്യമാണ് ആ ജയിലഴിക്കുള്ളിൽ എന്നെ ജീവിപ്പിച്ചത്. മനസ്സുകൊണ്ട് തളർന്നുപോയ ഓരോ സമയത്തും എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മീരയെ ഞാൻ ഓർക്കും. ആ ഓർമ്മകൾ എനിക്ക് ആശ്വാസവും പ്രതീക്ഷയും തരും. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? അതെല്ലാം കഴിഞ്ഞില്ലേ? ദാ ഇപ്പൊ ആദർശേട്ടൻ ആ പഴയ ആദർശ് സാറായിട്ട് മാറിയിരിക്കുക. എല്ലാം പഴയതുപോലെ ആക്കിയെടുക്കണം. ഞാനില്ലാതിരുന്ന സമയത്തെ ഫയലുകളെല്ലാം താൻ ചെക്ക് ചെയ്യണം. എനിക്കറിയാം, ഈ ഓഫീസിൽ എൻ്റെ കുറവുണ്ടാവാതെ നോക്കാനും താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മീരയുടെ കഷ്ടപ്പാടിനും പ്രയത്നത്തിനും എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഞാൻ മാത്രമല്ല ആദർശേട്ടാ, അഭിചേച്ചി ഇപ്പൊ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു. അഭിചേച്ചിയുടെ ആ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് കൂടിയാ എനിക്ക് ആദർശേന്റെ കാര്യത്തിന് വേണ്ടി പുറത്തൊക്കെ ഒന്ന് പോകാൻ സാധിച്ചത്. മീര, അഭിരാമിയുടെ വരവ് ഒരിക്കലും മീരയെ സഹായിക്കാനായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ലക്ഷ്യം സത്യത്തിൽ മീരയെ ഉപദ്രവിക്കുക എന്നതായിരുന്നു. മീരയോടുള്ള അസൂയും കുശുമ്പും ഒരു പരിധിവരെ അബിയുടെ ക്യാരക്ടർ പോലും നശിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഏയ്, അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ. എനിക്ക് അഭിചേച്ചിയോട് ഒരു ദേഷ്യവും ഒന്നിനും തോന്നിയിട്ടില്ല. അല്പം കുറുമ്പ് കൂടിയൊരു സഹോദരി, അങ്ങനെ മാത്രമാണ് ഞാൻ കരുതാറ്. മീരയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. മീരയ്ക്ക് അറിയാമോ, നമ്മുടെ വീടിനേക്കാൾ ഞാൻ മിസ് ചെയ്തത് ഈ ഓഫീസാണ്. എൻ്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാത്, ഈ സ്ഥാപനം ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നത്. ആ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്തത് മീരയാ. അതൊരിക്കലും എൻ്റെ മാത്രം കഴിവല്ല. അതിനുവേണ്ടി എന്നെക്കാളും കഷ്ടപ്പെട്ടത് വിശാലേട്ടനാ. പിന്നെ സൂരജും ഒപ്പം നിന്നു. അറിയാം മീര, വിശാലിനോട് എനിക്കതിന് എന്നും സ്നേഹവും കടപ്പാടും ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് മീരയുടെ മനസ്സിലാണെന്ന് എനിക്കറിയാം. ശരിക്കും മുകുന്ദേട്ടനാ പറഞ്ഞു തന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ. ആ സമയത്ത് ഭഗവാൻ മുകുന്ദേട്ടനെ കൊണ്ട് പറയിച്ചതാവും. മനസ്സുകൊണ്ട് ഞാൻ ശരിക്കും തകർന്നുപോയ സമയത്താ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ വിശാലേട്ടൻ്റെയും സൂരജിൻ്റെയും സപ്പോർട്ട് കൂടി ആയപ്പോൾ നമുക്കതിൽ വിജയിക്കാൻ സാധിച്ചു. അതെ,
എല്ലാം ഒരു ഈശ്വരാധീനം തന്നെയാ. ആദർശേട്ടൻ ജയിലിലായ സമയത്ത് ഒരുപാട് വിഷമിച്ചെങ്കിലും അല്പം ആശ്വാസവും സന്തോഷവും ലഭിക്കുന്ന കാര്യങ്ങളും ഉണ്ടായി. അതെന്താ? അത് എനിക്ക് നഷ്ടമായിന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത് വിഷമിച്ച 2 സഹോദരങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടി.